HIV എയ്ഡ്സ് ആവുന്നത് എങ്ങനെ തിരിച്ചറിയാം? HIV എന്ന് വെച്ചാൽ ആ ഏജൻറ്റ്, അത് വൈറസ്. രോഗം വന്നതിന് ശേഷമാണ് അതിനെ എയ്ഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയും അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ഈ രോഗം എങ്ങനെയാണ് വരുന്നത്? കാരണം ഈ വൈറസ് നമ്മളുടെ ചില സെല്ലുകളെ ചെന്ന് ആക്രമിക്കും. അതിന് CD4 സെൽസ് എന്ന് പറയും, അതിന് ഹെൽപ്പർ സെൽസ് എന്നും പറയും. ഇതാണ് നമ്മളുടെ ഇമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന വൈറ്റ് സെൽസ്. പക്ഷേ ഈ HIV വൈറസ് ചെന്ന് ഈ സെൽസുകളിൽ ചെന്ന് ആക്രമിക്കും. അതിൻ്റെ സെൽസിനകത്ത് കയറിക്കിടന്ന് അതിൻ്റെ ജീനോംസ്, അതിൻ്റെ ജെനറ്റിക്സിനെ ഇത് കൺട്രോൾ ചെയ്യുവാണ്. ഈ CD4 സെൽസ് ബിലോ 200 ആകുമ്പോഴാണ് എയ്ഡ്സ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ആദ്യം വരുന്ന പനി, പെട്ടെന്ന് ട്യൂബർക്ലോസിസ് വരും, അല്ലെങ്കിൽ ചില ഫംഗൽ ഇൻഫെക്ഷൻസ് വരും. ഇതിനൊക്കെ ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസ് എന്ന് പറയും. അതായത് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ആ ഇൻഫെക്ഷൻ വരാൻ. എയ്ഡ് ഡിഫൈനിങ് ഇൽനെസ് എന്ന് പറയും, എയ്ഡ്സ് ഡിഫൈൻ ചെയ്യുന്ന ഇൽനെസ്സസ്. ഇങ്ങനെയുള്ള ഒക്കെ വരുമ്പോഴാണ് നമ്മൾ എയ്ഡ്സ് എന്ന് പറയുന്ന ആ രോഗിയെ. അങ്ങനെയുള്ള രോഗികൾ എപ്പോഴും വെയിറ്റ് വളരെ കുറഞ്ഞിരിക്കും, അവർ എപ്പോഴും ക്ഷീണിച്ചിരിക്കും, മിക്കപ്പോഴും അവർക്ക് പനിയുണ്ടാകും, അവർക്ക് ചുമയുണ്ടാകും, കാരണം അവർക്ക് ട്യൂബർക്ലോസിസ് വരും. ആ ട്യൂബർക്ലോസിസ് പലയിടത്തേക്കും സ്പ്രെഡ് ചെയ്യും. അവർക്ക് എപ്പോഴും ക്രോണിക് ഡയറിയ ഉണ്ടാകും, അവർക്ക് ആപ്പിറ്റൈറ്റ് തീരെ കുറവായിരിക്കും. പിന്നെ ബ്രെയിനിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ അവരുടെ ബോധം തന്നെ നഷ്ടപ്പെടും, അവർ കോമയിലേക്ക് പോകും. ഇതുകൂടാതെ ചില സ്പെഷ്യൽ ടൈപ്പ് ക്യാൻസറും വരും ഈ എയ്ഡ്സ് രോഗികളിൽ. അതൊരു എയ്ഡ്സ് ഡിഫൈനിങ് കണ്ടീഷൻ. ഇപ്പോൾ കപ്പോസിസ് സാർക്കോമ എന്ന് പറഞ്ഞൊരു ക്യാൻസറുണ്ട്. അത് സാധാരണ സോഫ്റ്റ് ടിഷ്യൂ സ്കിന്നിനൊക്കെ ബാധിക്കുന്ന ക്യാൻസറാണ്. ആ ക്യാൻസർ എയ്ഡ്സ് രോഗികൾ മാത്രമേ കാണുന്നുള്ളൂ. അതുപോലെ തന്നെ വേറൊരു ക്യാൻസർ CNS ലിംഫോമ ബ്രെയിനിനെ ബാധിക്കുന്ന ഒരു ലിംഫോമയുണ്ട്. അതും കൂടുതൽ കാണുന്നത് എയ്ഡ്സ് രോഗികളിൽ തന്നെ. അപ്പോൾ ഇതൊക്കെ വരുവാണ് HIV പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ പറയും യെസ്, ദിസ് പേഷ്യൻ്റ് ഹാസ് ഗോട്ട് എയ്ഡ്സ്. HIV അണുബാധ ശരീരത്തിൽ പ്രവേശിച്ചതിന് ശേഷം മരുന്നെടുത്തില്ലെങ്കിൽ 11 വർഷത്തിൽ കൂടുതൽ ഒരു രോഗിക്ക് ജീവിക്കാൻ കഴിയില്ല. എന്നാൽ മരുന്ന് കഴിച്ചാൽ അയാൾക്ക് സാധാരണ ആയുർദൈർഘ്യം ലഭിക്കും. മാത്രമല്ല, അയാൾ രോഗബാധിതനാണെങ്കിലും രോഗം മറ്റൊരാളിലേക്ക് പകരുവാനുള്ള സാധ്യതയുമില്ല.